ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സക്രിയ പ്രവാചകൻ 9-ാം അധ്യായം 8-ാം തിരുവചനം. ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ അവൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ചു കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേൽ ഉണ്ട്. കർത്താവായ ദൈവമേ, ജോബിൻ്റെ ഭവനത്തിനും അവൻ്റെ സമ്പത്തിനും അങ്ങ് സംരക്ഷണം ഒരുക്കി. കാരണം ജോബ് ദൈവം ഇഷ്ടപ്രകാരം ജീവിച്ചവനായിരുന്നു. അവൻ്റെ ആശ്രയം ദൈവത്തിൽ മാത്രമായിരുന്നു. ക്ഷാമകാലം വന്നപ്പോൾ എലീശ പ്രവാചകൻ അങ്ങ് സുരക്ഷയൊരുക്കി ഭക്ഷണം കൊടുക്കുവാൻ കാക്കകളെ ഏൽപ്പിച്ചു. എലീശയും ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുന്നവനും ദൈവത്തിൽ സദാ ആശ്രയം വയ്ക്കുന്നവനുമായിരുന്നു. സൊദോമിലും ഗൊമോറയിലും അഴിഞ്ഞാടിയ തിന്മകളിൽ കർത്താവ് കുപിതനായി ആ നഗരങ്ങൾ ചുട്ട് ചാമ്പലാക്കുമ്പോൾ അവയ്ക്ക് നടുവിൽ പാർത്തിരുന്ന ലോത്തിനെയും കുടുംബത്തെയും ദൈവം രക്ഷിച്ചു. കാരണം ലോത്ത് നീതിമാനായിരുന്നു. ദൈവമേ, അങ്ങുമായി ഒരു ഗാഢബന്ധമുള്ള ആരെയും അങ്ങ് കൺവിടിയില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കുമെന്ന് ആ വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് ദൈവമായി ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ ആരെ ഭയപ്പെടണം? നല്ല ജീവിതത്തിൻ്റെ നല്ല മക്കളായി ദൈവം പറയുന്ന വഴികളിലൂടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അങ്ങനെ ദൈവിക സംരക്ഷണം ലഭിക്കുന്ന മക്കളാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങൾക്കായി അമ്മേ തന്റെ തിരുക്കുമാരോട് മധ്യസ്ഥം യാചിക്കണമേ. യെരമ്യാ പ്രവാചകൻ 30:22 അങ്ങനെ അരുളി ചെയ്തു, നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കുമെന്ന് അരുളി ചെയ്ത ആ വചനത്തിൻ്റെ സംരക്ഷണം ഞങ്ങളെ നിറയ്ക്കണമേ. ആ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങ് യെരമ്യാ പ്രവാചകൻ 23:29 അങ്ങ് അരുളി ചെയ്തല്ലോ, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ? കർത്താവ് ചോദിക്കുന്നു. സത്യവചനം, നിത്യവചനം, മണ്ണിൽ രക്ഷയേകും തിരുവചനം, ഇന്നലെയും ഇന്നും എന്നും ജീവിക്കുന്ന ദിവ്യവചനം, വചനമാകുന്ന ദൈവമേ, അങ്ങയുടെ വചനങ്ങൾ ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. സജീവം ഊർജ്ജസ്വലമായ അങ്ങയുടെ വചനത്തിൽ ചുരുളഴിയുമ്പോൾ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയോടുകൂടി ഞങ്ങളുടെ സന്ധിബന്ധങ്ങളിലും ആത്മാവിന് തുളച്ചു കയറുന്ന ഓരോ ചിന്തകളെയും ഓരോ നിയോഗങ്ങളെയും വിവേചിച്ചറിയുവാൻ കഴിവുള്ള വചനമാകുന്ന ദൈവം ഞങ്ങളെ മുന്നിലേക്ക് നയിക്കുന്നു. കർത്താവേ, ആദിയിലുണ്ടായിരുന്നതും ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്നതും ദൈവം തന്നെയായ വചനം, ആ വചനമാകുന്ന ദൈവത്തെ ജീവിതത്തിൽ ഒത്തിരി ആദരവോടുകൂടെ കൊണ്ടു നടക്കുവാൻ, ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും യാത്രയിലും ജോലിയിലും അങ്ങയുടെ വചനത്തെപ്പറ്റി ധ്യാനിക്കുവാനും അവയുടെ മഹത്വത്തെയും ശക്തിയെയും പറ്റി ഞങ്ങളുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഫെബ്രുവരി 4:12 അങ്ങ് അരുളി ചെയ്തല്ലോ, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയത്, ചേതനയിലും ആത്മാവിനും സന്ധിബന്ധങ്ങളിൽ മജ്ജകളും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്ന ആ വിശുദ്ധ വചനത്താൽ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധ കന്യകാമറിയം അരുളി ചെയ്തതുപോലെ, ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം എന്നിൽ ഭവിക്കട്ടെ എന്ന് അരുളി ചെയ്ത ആ വചനത്താൽ, ഇതാ കർത്താവിൻ്റെ ദാസൻ നിന്റെ വചനം എന്നിൽ ഭവിക്കട്ടെ. ഈശോയെ, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ആ വചനങ്ങൾ ഞങ്ങളെ അയച്ച് ഞങ്ങളെ എല്ലാ രോഗാവസ്ഥയിലായിരിക്കുന്ന മക്കളെ അങ്ങ് സൗഖ്യപ്പെടുത്തണമേ. സങ്കീർത്തനം 107:20 അരുളി ചെയ്ത വചനം അയച്ചവരെ സൗഖ്യപ്പെടുത്തി വിനാശത്തു നിന്നും വിടുവിച്ചു എന്ന് അരുളി ചെയ്ത ആ വചനത്തിൻ്റെ ശക്തിയേറിയ എല്ലാ രോഗികളെ ഞങ്ങൾ സമർപ്പിച്ച് ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഈ സമയം മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാ ദമ്പതികളെ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ, വാർദ്ധക്യത്തിൽ സാറായിക്കും എലിസബത്തിനും പുത്രൻ നൽകി അങ്ങ് അനുഗ്രഹിച്ച കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് എല്ലാ ദമ്പതികളെയും ഞങ്ങൾ കർത്താവ്, സന്താനങ്ങൾ അത് വിഷമിക്കുന്ന എല്ലാ ദമ്പതികളെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അവരൊന്ന് അനുഗ്രഹിക്കണമേ. എല്ലാ ക്യാൻസർ രോഗികളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ആ രക്തസ്രവക്കാരിയെ സുഖപ്പെടുത്തിയതുപോലെ കർത്താവേ, ഭൃത്യമുസുന്ന കാഴ്ചയില്ലാത്ത മകനെ അങ്ങ് സൗഖ്യപ്പെടുത്തിയതുപോലെ എല്ലാ ക്യാൻസർ രോഗികളെ അങ്ങ് സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങളുടെ ഭവനങ്ങളുടെ എല്ലാ കുഞ്ഞുമക്കളെ, യുവതി യുവാക്കളെ, ഞങ്ങളുടെ വൈദികരെ, ഞങ്ങളുടെ ആത്മീയ ഗുരുക്കന്മാരെ എല്ലാം ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ അമ്മ മാതാവേ, ആ കാൽവരി കുരിശിൻ ചൂട്ടിൽ നിന്ന് ഞങ്ങൾക്കായി അമ്മയെ തന്നെ തിരുക്കുമാരുടെ മധ്യസ്ഥം ഈശോയെ, അവിടുത്തെ വിലയേറിയ രക്തത്തെ ഞങ്ങൾ